ഹലോ, നമുക്ക് ഇന്നൊരു പെൻ ഹോൾഡർ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറും ഫാബ്രിക് പെയിൻറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ലാവൻഡർ കളറും ബ്ലൂ കളറുമാണ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാവൻഡർ കളർ വെച്ച് ഞാനിവിടെ ഒരു ബേസ് കോട്ട് അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ, ബേസ് കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു സജഷൻ വെച്ചിട്ട് ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ലാവൻഡർ കളർ ഒരു 2 കോട്ടെങ്കിലും അടിച്ചു കൊടുക്കണം. ഗൈസ്, നിങ്ങളുടെ വിഷു ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു? നിങ്ങളുടെ വിഷു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ 2 കോട്ട് അടിച്ചൊന്ന് ഡ്രൈ ആക്കി വെച്ചു. അതിന് ശേഷം ടച്ചപ്പ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തേ. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഒരു പേപ്പറിൽ വരച്ച് ഇതേപോലെ റാൻഡമായിട്ട് കട്ട് ചെയ്ത് അവിടെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി ഭംഗിയായി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ആർഭാടീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുഞ്ഞ് ചെറി വരച്ചു കൊടുക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ വരച്ചു വന്നപ്പോൾ വേറെ എന്തൊക്കെയോ ആയിപ്പോയി. പക്ഷേ കുഴപ്പമില്ല, രസമുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ മാറ്റാൻ നിന്നില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഡിസൈനൊക്കെ വരച്ചു കൊടുക്കുന്നത് ഭംഗി ഉണ്ടാവുമായിരിക്കും. അപ്പം നമ്മുടെ പെൻ ഹോൾഡറിൻ്റെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അതിനുശേഷം ഞാൻ കുറച്ച് പെന്നൊക്കെ ഇട്ട് കൊടുത്തപ്പോഴാണ് ഇതിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യണം എന്നൊരു തോന്നൽ. അപ്പോൾ തന്നെ ഞാനൊരു ലേസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല ഗൈസ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് വേണമെങ്കിലുണ്ടല്ലോ പെൻ ഹോൾഡർ മാത്രമല്ല ഒരു ഫ്ലവർ വേസ് ആയിട്ടും യൂസ് ചെയ്യാം. ഇതായിരുന്നു ഗൈസ്, എനിക്ക് ഫ്ലവർ വേസ് ആയിട്ട് യൂസ് ചെയ്തപ്പോഴാണ് കുറച്ചും കൂടി ഇഷ്ടമായത്.